ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? നമ്മളും അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനുള്ള ഞാൻ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വീഡിയോ കാണാൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ നമ്മൾ സൂവിലെത്തിയിട്ടുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് ബസ്സിനാണ് കേട്ടോ വന്നത്. അപ്പം അവിടെ ഉള്ളവർ പറഞ്ഞു ബസ്സിന് പോകുന്നതന്നെയാണ് എളുപ്പം, പെട്ടെന്ന് എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് ഈ സൂവിൻ്റെ വാതിൽക്കൽ തന്നെ നമുക്ക് വന്ന് ഇറങ്ങാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ്. ഞാനും അമ്മയും കൂടെ നടക്കുകയാണ്. അച്ഛൻ ഫ്രണ്ടേ പോയിട്ടുണ്ട്. ഏട്ടനും ചേട്ടായും കൂടെ അവിടെ മാറി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഏട്ടനും ചേട്ടായും കുട്ടിയും കൂടെ ഫ്രണ്ടേ പോകുന്നുണ്ട്. അങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും കാശിക്കുട്ടൻ അമ്മയും കൂടെ വാങ്ങും പറഞ്ഞിട്ട് എന്നെയും കൂടെ കൂട്ടത്തിൽ വിളിച്ചിട്ട് നടത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഓരോരോ ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവറ്റകൾ നടക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗി. കുറേയൊക്കെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു ശരിക്കും. കാരണം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോഴത്തേക്കും അതുങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഓടോ ചാടോ ഇങ്ങനെ നടക്കുക എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കാണാനൊരു കൗതുകം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പിന്നെ ബേഡ്സിൻ്റെ സെക്ഷനായി കേട്ടോ. അങ്ങനെ പലയിടത്തും പല സാധനങ്ങളാണ്. പിന്നെ മുതല, അപ്പോൾ അതിനെന്തോ കഴിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അത് ചാടി അത് കഴിക്കുന്നത് കണ്ടു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല വലിയ മുതലയാണ് കേട്ടോ, നല്ല വലിയ സൈസ് മുതലയായിരുന്നേ. അങ്ങനെ അത് കണ്ടു. അങ്ങനെ ഞങ്ങൾ നടന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടെ അത് കാണാൻ വേണ്ടിയിട്ട്. ഈ ബേഡ്സിനൊക്കെ അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് അതിൻ്റെ ഉള്ളിൽ വേണ്ട ആഹാരങ്ങളും കാര്യങ്ങളും ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ബേഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അതിലൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഇത് ഏത് തരം ബേഡ്സാണ്, ഏത് തരം ആനിമൽസാണ്, അപ്പോൾ അതിനെ എവിടുന്ന് കൊണ്ടുവന്നതാണ്, എവിടുന്ന് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ഉള്ളത് ആ ബോർഡിലുണ്ടാകും. നമുക്കത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം അങ്ങനെ കുറേ കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കുറേ മാനിൻ്റെ കൂട്ടങ്ങൾ കണ്ടു കേട്ടോ. ഓരോ സെക്ഷനിൽ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ നോക്കുകയാണ് കേട്ടോ. നമുക്ക് നല്ല ലോങ്ങിലാണ് കാണുന്നത്. അപ്പോൾ അതുമൊക്കെ നമുക്ക് അതിനെയൊക്കെ ഈ ഗ്രില്ല് പോലത്തെ ഞങ്ങളിങ്ങനെ നടന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഓരോന്ന് കണ്ട് ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്തത് കണ്ടോ, ആമയാണ് കേട്ടോ. നക്ഷത്ര ആമയെന്നാണ് പറയുന്നത്. ഇത് കരടിയാണ് കേട്ടോ. അത് തിരിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു കേട്ടോ, സിംഹത്തിനെ കണ്ടു കേട്ടോ. ഇതിൻ്റെ മുകളിൽ കിടന്നിട്ട് ഉറങ്ങിയായിരുന്നേ. പിന്നെ നമ്മൾ ഒട്ടകപ്പക്ഷിയല്ല, ഇത് മെമ്മു അങ്ങനെ എന്തോ ഇതാണ് കേട്ടോ. ഒട്ടകപ്പക്ഷിയുടെ അടുത്തേക്ക് പോകുന്നതേ ഉള്ളൂ. ഇത് നോക്ക്, കിടക്കുന്ന കണ്ടോ. അതേപോലെ തന്നെ മാന്, കുറേ പല മോഡൽ മാനുണ്ടായിരുന്നു കേട്ടോ. പേടമാന്, പുള്ളിമാന്, പിന്നെ പോത്ത്, അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. ഇതാണ് ഒട്ടകപ്പക്ഷി കേട്ടോ. ഇതുണ്ട് വെള്ള കളറിലെ മാന്, ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ വെള്ള കളറിലെ. ഇത് നോക്ക്, പുള്ളിമാന്. കാശിക്കുട്ടൻ എന്തായാലും ഇതിനെയൊക്കെ കണ്ടപ്പം നല്ല അതിശയമായിട്ടോ. സാധാരണ ഇതെല്ലാം ടി വിയിലെ ആനിമൽ പ്ലാന്റിലല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇത് കണ്ടോ. പിന്നെ സ്നേക്കിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ ഇത് പെരുമ്പാമ്പാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് മൂർക്കം പാമ്പാണ്, കോബ്ര. ഇതും പെരുമ്പാമ്പാണ് കേട്ടോ. ഇത് ആമയാണ് കേട്ടോ. ആമ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ്. ഇത് അനാക്കോണ്ട ഗ്രീൻ അനാക്കോണ്ടയാണ് കേട്ടോ ഈ കിടക്കുന്നത്. അതിങ്ങനെ വെള്ളത്തിലിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇതിനൊക്കെ ഒരു ചില്ലിൻ്റെ അകത്താണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, വലിയൊരു ഇതിൽ. ഇത് രാജവെമ്പാല കേട്ടോ, കിങ് കോബ്ര. സ്നേക്കിൻ്റെ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാശിക്ക് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും പേടിയായി കേട്ടോ. എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് മാറി ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇത് നോക്ക്, നല്ല വലിയ കിങ് കോബ്രയാണ് കേട്ടോ.
പക്ഷേ എനിക്ക് തോന്നുന്നു കിങ് കോബ്ര വലുതായിട്ട് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മലമ്പുഴയിൽ തന്നെയാണ് കേട്ടോ. പാലക്കാട് മലമ്പുഴയിൽ തന്നെയാണ് ഇതിലും വലിയ കിങ് കോബ്രയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നോക്ക് ഇവിടെ പെൺസിംഹം വലിയത് 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കിടന്നിങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കാണുമ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ എണീറ്റ് നടക്കുന്നതോ ഒക്കെ കാണുമ്പോഴായിരിക്കും നല്ല ഭംഗിയുണ്ട്. അതൊക്കെ കിടന്നിങ്ങനെ ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ പലതരം ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ പല മോഡൽ തത്തകൾ കേട്ടോ. അതേപോലെ മുള്ളൻപന്നി ഉണ്ടായിരുന്നു കേട്ടോ. അതാ മുള്ളൻപന്നി, അതിൻ്റെയൊക്കെ മുള്ള് നല്ല ഷാർപ്പായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റി മുള്ളൻപന്നീനെയൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ മ്യൂസിയത്തിൽ, അവരുടെ തന്നെ മ്യൂസിയത്തിൽ കയറി കേട്ടോ. അതിൽ പലതരം സ്നേക്കുകളെയൊക്കെ ഇങ്ങനെ ഇതിലാക്കി വെച്ചിരിക്കുന്ന കണ്ടു. അതിൻ്റെ പലതരം മുട്ടകൾ, ഓരോരോ സ്നേക്കിൻ്റെയും ഓരോരോ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ മുട്ടകളിങ്ങനെ ആനിമൽസിൻ്റെ അല്ല കേട്ടോ, സ്നേക്കിൻ്റെ മുട്ടകളിങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടു. പിന്നെ ഇത് നമുക്ക് ചെറിയ കുരങ്ങൻ, ഇഷ്ടം പോലെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, പല പല ഞണ്ടുകൾ, നീരാളികൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലും കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടെല്ലാം. ശരിക്കും കാശിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂവിൽ പോകാമെന്നുള്ളത് തന്നെ വിചാരിച്ചിട്ട് അതിൽ പോകാമെന്ന് തന്നെ തീരുമാനിച്ചത് കേട്ടോ. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും എല്ലാം ഇങ്ങനെ കണ്ട് മെല്ലെ കണ്ട് ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഒരു തവണ. അത് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പെയാണ് കേട്ടോ. ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് ടൂറൊക്കെ വിടുമല്ലോ. അപ്പം അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് കണ്ടതാണ്. അതിന് ശേഷം പിന്നെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കാശിയൊക്കെ ആയതിന് ശേഷം, കാശിക്ക് ഇപ്പോൾ 4 വയസ്സായി, അപ്പോഴാണ് നമ്മൾ വീണ്ടും ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. വേറൊന്നും കൊണ്ടല്ല, കാശീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഏട്ടനും അച്ഛനും അമ്മയും ചേട്ടായും കാശിയും കൂടെ ഇങ്ങനെ ഓരോരോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാശിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് ഇതാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കാശി ഉറങ്ങി കേട്ടോ വരുന്ന വഴിക്ക്. അപ്പം അവനെ നമ്മൾ ബെഡിൽ കിടത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെടുത്ത റൂം കേട്ടോ. ഇവിടുന്ന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു ബാൽക്കണിയാണ് കേട്ടോ. റോഡിലേക്കുള്ള കാഴ്ചകൾ കാണാം. അത് കണ്ടില്ലേ, റെയിൽവേ ട്രാക്കാണ് കേട്ടോ കാണുന്നത്. തൊട്ടടുത്ത് കൂടാണ് റെയിൽവേ ട്രാക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ കയറി നിന്നാൽ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ വന്നിട്ട് 2 ദിവസം തങ്ങിയ റൂമല്ലേ, പോകുമ്പോൾ ഒരു വിഷമം ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മളെല്ലാവരും വളരെ നല്ല പോലെ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് 8:30-ക്കാണ് ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന് ട്രെയിൻ കേട്ടോ ഒറ്റപ്പാലത്തേക്ക്. അപ്പോൾ അമ്മ വേഗം റെഡിയാവുകയാണ്. കാശി ഇപ്പോഴും എണീറ്റിട്ടില്ല, അവൻ ഉറക്കമാണ്. അതിപ്പോൾ കുഴപ്പമില്ല, അവനെ നമുക്ക് എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.